പിണറായി പ്രശംസയ്ക്കും മോദി സ്തുതിക്കും പിന്നാലെ കോൺഗ്രസിൽ വിവാദ പുരുഷനായി മാറിയ ശശി തരൂരുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ചർച്ച നടത്തി. ജനപദിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മല്ലികാർജ്ജുൻ ഖർഗെയുമായും തരൂർ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാതെ തരൂർ മടങ്ങി. കോൺഗ്രസിന്റെ പൊതുനിലപാടിന് ഒപ്പമാകും ശശി തരൂർ എന്നാണ് പ്രതീക്ഷയെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പ്രശംസിച്ചതിനും കേരളത്തിലെ വ്യവസായ വകുപ്പിനെ പ്രശംസിച്ചുള്ള ലേഖന വിവാദത്തിനും പിന്നാലെയാണ് ശശി തരൂർ കോൺഗ്രസിൽ വിവാദ നായകനായത്. ദേശീയ തലത്തിൽ തരൂർ വിഷയം ചർച്ചയായതോടെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ശശി തരൂരിനെ വിളിപ്പിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 5:20 ജൻപദിലെ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിയ ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. കൂടിക്കാഴ്ച 6:20 അവസാനിച്ചു. തുടർന്ന് ഇരുവരും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെയാണ് ശശി തരൂർ മടങ്ങിയത്. രാഹുലുമായി നടത്തിയ ചർച്ചയിൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുത്തില്ല. പക്ഷേ മല്ലികാർജ്ജുൻ ഖർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ KC വേണുഗോപാൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ച 30 മിനിറ്റോളം നീണ്ടു. ശശി തരൂർ മടങ്ങിയ ശേഷവും രാഹുൽ ഗാന്ധിയും ഖർഗെയും ചർച്ച നടത്തി. വിവാദം അവസാനിപ്പിക്കാനും കേരളത്തിലെ കോൺഗ്രസിലെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ ഒഴിവാക്കാനും ഖർഗെ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ലേഖനത്തിലെ പരാമർശങ്ങൾക്ക് വിരുദ്ധമായ വിവരം ലഭിക്കുന്നതുവരെ ലേഖനം പിൻവലിക്കില്ലെന്ന നിലപാട് തരൂർ ആവർത്തിച്ചു എന്നാണ് സൂചന. ശശി തരൂർ കോൺഗ്രസിനൊപ്പമെന്നും എല്ലാം കൂളാണെന്നും ചർച്ചകൾക്ക് ശേഷം KC വേണുഗോപാൽ പറഞ്ഞു. അല്ല, എന്താണ് ചർച്ച നടന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാടിനൊപ്പമായിരിക്കും അദ്ദേഹം, എനിക്ക് ഉറപ്പുണ്ട്. വിവാദം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിൽ തരൂരിനെ അണിനയിപ്പിച്ച് ഒപ്പം കൊണ്ടുപോകാൻ തന്നെയാകും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, ഡൽഹി.